പാർലമെൻറ്റ് മെമ്പറായി കഴിയുമ്പോൾ അങ്ങനെ ഉണ്ട്. ഇതെല്ലാം ചെയ്യാൻ കഴിയത്തില്ല സിബി. പലതും ഇപ്പോഴും പല കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. പക്ഷേ ഇപ്പം അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് മണ്ഡലം നോക്കുകയുള്ളൂ. ഇപ്പോഴും പുള്ളി തൃശ്ശൂർ താമസിക്കുന്നില്ല. ബാലകൃഷ്ണപിള്ള മന്ത്രിയായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു? ബാലകൃഷ്ണപിള്ള ഉള്ള വികസനങ്ങളും പിന്നെ അന്ന് KSRTC വകുപ്പ് മന്ത്രിയാകുമ്പം കേരളത്തിലെ KSRTCയുടെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് കൊട്ടാരക്കരയാണ് മാറിയത്. തീർച്ചയായിട്ടും. KM മാണി മന്ത്രിയാകുമ്പോൾ മാക്സിമം പാലായിലോട്ട് കൊണ്ടുവരാൻ നോക്കിയിട്ടുള്ളത്. ആ പ്രാദേശിക പാർട്ടികൾക്ക് അങ്ങനെ കഴിയും. ഇപ്പോൾ CPM അങ്ങനെ കഴിയത്തില്ല, കോൺഗ്രസിന് കഴിയത്തില്ല. എന്നാൽ പോലും VD സതീഷിൻ്റെ പുനർജനിയിലെ ഫോക്കസ് എവിടെയാണ്? പറവൂർ മണ്ഡലത്തിലാണ്. അപ്പോൾ അതെല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. പുനർജനി ഒരു ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ വരേണ്ട ഒരു സംഭവമാണ്. അതേമാതിരി ആളുകൾക്ക് പ്രയോജനം ചെയ്തിട്ടുള്ള ഒരു പദ്ധതി. അതെ 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 അതെ. ഈ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ചാണ് അൻവർ പറഞ്ഞത് മീൻ വണ്ടിക്കകത്ത് പൈസ കൊണ്ടെന്നൊന്നും പറഞ്ഞു. കാരണം അല്ല പിന്നെ പറയുന്ന ആള് ഇതൊക്കെ കേൾക്കുന്ന പറവൂരുകാര് എത്ര കട്ടക്ക് CPM ആയിട്ട് നിൽക്കുന്ന ആളുകളും VD സതീശന് വോട്ട് ചെയ്യും. ഉറപ്പല്ലേ? കാരണം അവിടുത്തെ CPMകാർക്കും CPIക്കാർക്കും ഒക്കെ കോൺഗ്രസ്സുകാർക്കുള്ള പോലെ തന്നെ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ പുള്ളിയുടെ അടുത്ത് സമീപിക്കാൻ പറ്റും. പുള്ളി അവരുടെ വോട്ടുകൊണ്ടാണ് ജയിക്കുന്നത്. അവിടെ CPMൻ്റെ CPIയുടെ വോട്ടുകൊണ്ടാണ് ജയിക്കുന്നത്. കാരണം അവരുടെ അടുത്തുള്ള സതീശൻ ഡീൽ ചെയ്യുന്ന രീതി എങ്ങനെയാണ്?